ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഇസ് TOV ട്രെയിൽസ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഖത്തറിൽ നിന്ന് ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. എപ്പോഴും ചിന്തിക്കും, പക്ഷേ ആ ഒരു മോട്ടിവേഷൻ വരുന്നില്ല. അങ്ങനെ ഇന്നാണ് ആ മോട്ടിവേഷൻ കിട്ടിയത് എനിക്ക്. സോ രാവിലെ തന്നെ ഒരു നല്ലൊരു കട്ടൻ കാപ്പി കുടിക്കാനായി പോവുകയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് എനിക്ക് കിട്ടിയത് ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അവൻ്റെ വണ്ടിക്ക് കുറച്ച് ആക്സസറീസൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്ന് ബേസിക്കലി ഉള്ള അജണ്ടകൾ. സോ സീ യു. അങ്ങനെ വളരെ നാൾക്ക് ശേഷം എൻ്റെ കൂടെ പഠിച്ച അൽഷാദ് സലീമിനെ കാണാൻ പറ്റി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണത്. ഈ വണ്ടിയിലാണ് നമ്മൾ ആക്സസറി കടകളിൽ പോയി ഹാപ്പേ നല്ല ആൻഡ്രോയിഡ് ആപ്പിൾ സ്ക്രീൻ, പിന്നെന്തൊക്കെയാണ് സ്പീക്കർ, ഇത് റിച്ച് ആയിരിക്കും. ഇന്ന് അമൽഷാൻ്റെ അത് മൊത്തം പൊട്ടിക്കുന്നു പൈസ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ടീ ടൈമിൽ വന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് പോവാണ്. ഇതാണ് ടെസ്ലയുടെ ഷോറൂമല്ല, ടെസ്ലയുടെ സർവീസ് സെൻറ്റർ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു ടെസ്ല. അപ്പോൾ സീ യു ദേർ. ഇതാണ് ഗറാഫയിലെ കാർ ആക്സസറീസ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ കാർ ആക്സസറീസും, മെയിൻലി ഇവിടെ ലാൻഡ് ക്രൂസറാണ് കൂടുതൽ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ലാൻഡ് ക്രൂസർ. ഇത് LC100 2004 ഇൻലൈൻ V6 ആണിത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയ സ്ഥലത്ത് ശരിയായില്ല, അവിടെ ആക്സസറീസ് കിട്ടിയില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ഏരിയയിൽ ഉള്ള ഒരു ഷോപ്പ് വന്നു. ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. എന്തും കിട്ടും ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ JBLൻ്റെ ഒരു സ്ക്രീന്, പിന്നെ അതിൻ്റെ സ്പീക്കർ, സ്റ്റേജ് 3 സ്പീക്കറാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കൂടെ മാറ്റാനുള്ള പ്ലാനാണ്. അവൻ്റെ പൈസ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഈ അടുത്തൊരു മാസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് നോക്കണം നമ്മുടെ വണ്ടിക്കകത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ അവൻ്റെ വണ്ടിക്ക് തീരുമാനമായി. ഇതാണ് JBLൻ്റെ സ്റ്റേജ് 3 സ്പീക്കർ. ഇത് പൈനിയറിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറയും ഡാഷ് ക്യാമറ എല്ലാം കൂടെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മാറ്റാൻ വിചാരിച്ചു. ഇത് ഓൾറെഡി JVCയുടെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു നേരത്തെ പ്രീവിയസ് ഓണർ മാറ്റിയതാണ്. അപ്പോൾ അതിന് ഇൻബിൽട്ട് ആമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഓവറായിട്ട് പൈസ കളഞ്ഞ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ വണ്ടിക്ക് നല്ലൊരു എമൗണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നിക്കുന്നത് യൂസ്ലെസ് ആയിട്ട് തോന്നിക്കുന്നത്. ഈ ഇങ്ങനത്തെ ഒരു സ്ക്രീന് ഞാൻ വെച്ചത് ഏകദേശം 2,800 റിയാൽ എന്തോ ആയി. പക്ഷെ അതിപ്പോൾ വന്ന് പ്രോപ്പറായിട്ട് ഇത് വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജഷൻ പറഞ്ഞത് സ്പീക്കറും ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാൽ മതി അതിന്. കാരണം ഇവിടെ അങ്ങനെ വണ്ടിക്കകത്ത് അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു രീതി അനുസരിച്ച് അത്രയും സ്പെൻഡ് ചെയ്യുന്നില്ല വണ്ടിയിൽ. അപ്പോൾ ആദ്യം ഉള്ളത് വെച്ചാൽ അവനൊരു ഓഡിയോ എന്തൂസിയാസ്റ്റാണ്. അപ്പോൾ അവനും നല്ല രീതിയിൽ പാട്ട് കേൾക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പൈസ അധികം ഈ സംഭവങ്ങളിൽ അങ്ങനെ രീതിയിൽ സ്പെൻഡ് ചെയ്യാന്നായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വയസ്സായ രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അൽഷാദിന്റെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഒരു വമ്പ വിറ്റ് കിടന്നു. ഞങ്ങള് ഈ ക്യാമറ വെച്ച പുള്ളിയോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചു, ഈ സാമാനം റിവേഴ്സ് ഇടുമ്പോ പോവില്ല എന്നുള്ളത്. അത് അവന് മനസ്സിലാവാൻ വേണ്ടി ഒരു 1.25 മണിക്കൂർ എടുത്തു. ഞാൻ ആലോചിക്കുക, ഭാഷയുടെ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഹിന്ദി ഇത് ഭയങ്കര പാടാണ്. അവന് ഹിന്ദി പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ സാധനം കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം തന്നെ നമുക്ക് കിട്ടിയത്. നമുക്കൊരു സെൻസറിന്റെ ഒരു പോരായ്മയുണ്ട്. സെൻസറും കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആവും. നല്ല വണ്ടി കിട്ടുന്നത് ഇൻലൈൻ V6 ആയി വണ്ടിയുടെ. അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്
അൽഷാദിൻ്റെ കാറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നല്ല ചൂടായിരുന്നു പുറത്ത്, ചടച്ചു പോയി. സേത്തോട് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലൊരു അയില ഫ്രൈ അത് തിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. നിനക്ക് കണ്ണ് കാണുന്നുണ്ടോ? നിനക്ക് കണ്ണ് കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ട്. ഞങ്ങള് മീൻ മേടിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ അവിടുത്തെ ആള് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മീനാണല്ല, ഞങ്ങൾ ഫിഷ് മേടിക്കുന്ന ഞങ്ങളുടെ സ്ഥിരം മേടിക്കുന്ന ഒരാളുണ്ട്, ഫൈസൽ നമ്മളുടെ പേര്. മൂപ്പര് ഇപ്പൊ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇന്ന് മീന് വിലക്കുറവുണ്ട്. അപ്പൊ രാവിലെ എനിക്ക് അൽഷാദിന്റെ കൂടെ പുറത്ത് പോയതിന്റെ കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്കും ഉള്ളി ഒരു പെട്ടെന്ന് പോവാ മീൻ മേടിക്കാന്ന് പറയും. പക്ഷെ വെട്ടാൻ വേണ്ടി സമയം കഴിഞ്ഞു. അവിടെ പെട്ടെന്ന് പുള്ളി എല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റോടെ പോകുന്നു, പൈസ കൊടുക്കുന്നു, എടുത്തോണ്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. ഇപ്പൊ എനിക്ക് നീ ട്രാഫിക് ഉണ്ടോ നിങ്ങളെല്ലാവരും? ഇപ്പൊ ഡ്യൂട്ടി കൊണ്ട് പോകുന്ന ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ട്രാഫിക് അത്. ദിസ് ഇസ് ഉംസൽ ആലി. എംസൽ ആലിയിലെ ഇക്കിയടക്ക് അടുത്താണത്. അലോഷി അലോഷിക്ക് മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് അലോഷി ഇരിക്കുന്നു. മഞ്ഞ ഡ്രസ്സ്, മഞ്ഞ ഉടുപ്പ്. നമ്മളിവിടെ എത്തി. ഇതാണ് ഉംസൽ ആലി സെൻട്രൽ മാർക്കറ്റ്. ഓക്കെ, ഇവിടെ ആദ്യം കയറി കഴിഞ്ഞതാണ് എൻ്റെ മെയിൻ ഗേറ്റ്. ഈ ഗേറ്റ് കയറിയാൽ അവിടെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ്. ഇവിടെ ഈ ഗോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. ആട്, ചെമ്മരിയാടുണ്ടോ? അല്ലാതെ ആടും ഉണ്ട് കേട്ടോ, ചെമ്മരിയാടും ഉണ്ട് കേട്ടോ. ചെല്ല് അടുത്ത ബാച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അവര്. അടുത്ത ബാച്ച് ഇറക്കി അവര്. സത്യം, ആടിനെ സമ്മതിക്കണം, അവിടെ ഇരിക്കുന്ന അമ്മാരെ സമ്മതിക്കണം. അവള് ആരും ഇല്ല കേട്ടോ ഈ സമയത്ത്. ഞങ്ങൾ ആദ്യമായിട്ട് ഈ സമയത്ത് വരുന്നു ഇവിടെ. കടയൊക്കെ അടച്ചു കേട്ടോ അവിടുത്തെ. ഈ മാർക്കറ്റ് ഉണ്ടോ? ഇത് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ ATM അടുത്തേക്ക് നിർത്താം അടി വാച്ച്. ഏതായാലും വന്നത് നന്നായി നേരത്തെ. കാരണം ഇപ്പോൾ അവിടെ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അവരടച്ചു. അല്ലെങ്കിൽ നോർമലി 5 മണിക്ക് അടയ്ക്കേണ്ടത്, ഇപ്പം 3:58. അപ്പോൾ സാധാരണ 5 മണിക്ക് അടയ്ക്കുന്നതാണ് അവർ. ഇവിടെ ആക്ച്വലി കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് ആയിട്ടുള്ള വലിയ സംഭവമുണ്ട്. ചിക്കൻ പിജിയൻ ഐ തിങ്ക് സോ അറൗണ്ട് ഇവിടെ അറൗണ്ട് ഫ്രഷ് എഗ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട് ഇവിടെ. അരമോസ് ഇൻഡസ്ട്രിയൽ സപ്ലൈസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മളതിനെ പച്ച ബോർഡുള്ള കട എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. സോ അവിടെയാണ് ഞങ്ങൾ സ്ഥിരം വരുന്നത് മീൻ മേടിക്കാൻ വേണ്ടി, പച്ചക്കറി മേടിക്കാൻ വേണ്ടി. പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ ഞങ്ങൾ ഈ കടയിൽ സ്ഥിരം വരുന്നത്. മലയാളിയുടെ ഷോപ്പാണ്. ഒരു റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ ഈ മാങ്ങയൊക്കെ സ്ഥിരം മേടിക്കുന്ന ഇവിടെ ബോക്സ് കണക്കിന്. ഇപ്പം 2 ബോക്സ് 3 ബോക്സ് അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ പെർ ബോക്സ് ഒരു റീസണബിൾ പ്രൈസിൽ അവർ തരുന്നതായിരിക്കും നമുക്ക്. കാരണം ഇവർക്കും ഹോൾസെയിലാണല്ലോ കച്ചവടം. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് തരുന്നവർ. നമ്മൾ നല്ല ചൂട് സമൂസ മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ ദോഹ ജദീദിലുള്ള ഡൽഹി ബേക്കറി. ഇപ്പോൾ ഡൽഹി ബേക്കറി നമ്മൾ വന്നു. ഇപ്പോഴുള്ള ഒറ്റയുള്ള ഒരേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഇല്ല. വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണത്. ഈ ഏരിയ പാർക്കിംഗ് കിട്ടത്തില്ല. പക്ഷെ എന്തോ ഭാഗത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ 8 സമൂസ 13 റിയാൽ 8 സമൂസയ്ക്ക്. നല്ലതാണ്, നല്ല ചട്നിയും പിന്നെ നല്ല ഡൽഹിക്കാർ നല്ല ചായയും കിട്ടും ഇവിടെ. അപ്പം മറക്കണ്ട, ഡൽഹി ബേക്കറി ദോഹ ജദീദ്. പുറത്തൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. നല്ല അടിപൊളി തുമ്മൽ പിടിച്ചു.
നല്ല പൊടിക്കാറ്റാണ് പുറത്ത്. പൊടിക്കാറ്റൊക്കെ അടിച്ച് ഒന്നെൻ്റെ തോന്നിക്കുന്നു. നല്ല തുമ്മലൊഴിച്ചു. എനിവേസ്, അമ്മ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ്. ഇനി അത്ര വലിയ പരിപാടികളൊന്നുമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു യു. And I will see you tomorrow with another vlog with another day. Bye-bye. മീൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മീനുകളെ തരം തിരിച്ച് അതാത് കവറുകളിൽ ഇട്ട് അതിനെ സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കാണുന്നത്.